8 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം മോചിതനായ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സ്വീകരണമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജയിലിന് മുന്നിൽ ഒരുക്കിയിരുന്നത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഉപാധികളോടെ വൈകിട്ട് ജാമ്യം അനുവദിച്ചിരുന്നത്. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, എന്തായാലും വളരെ ഊഷ്മളമായ ആവേശോജ്വലമായ വരവേൽപ്പാണ് ജയിൽ മോചിതനായി പുറത്തേക്ക് ഇറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത് എന്ന് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, ഒരു ഇടവേളയ്ക്ക് ശേഷം ജയിൽ മോചിതനാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്വീകരണം തന്നെയാണ് 9 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം ജില്ലാ ജയിലിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ദേശീയ അധ്യക്ഷൻ അടക്കം രാഹുലിനെ സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടി എത്തി എന്നതും ഏറെ ശ്രദ്ധേയമുള്ള കാര്യമാണ്. ജനപ്രതിനിധികളായ അൻവർ സാദത്തും PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും അടക്കമുള്ള ജനപ്രതിനിധികളും പ്രതിപക്ഷ MLA-മാരും ഒക്കെ തന്നെ എത്തിയാണ് രാഹുലിന് സ്വീകരണം നൽകിയത്. പാർട്ടി പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി തന്നെ സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കിയാണ് പുഷ്പവൃഷ്ടിയോടുകൂടി രാഹുലിന് സ്വീകരണം നൽകിയത്. ഒരു യുവ നേതാവിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വീകരണം എന്ന് തന്നെ ലക്ഷ്മി പറഞ്ഞതുപോലെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രമാത്രമുള്ള ഒരു സ്വീകരണം രാഹുലിന് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. കാരണം രാഹുലിന് 9 ദിവസം മുമ്പ് രാവിലെ 5:30 വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത് മുതലുണ്ടായ രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടി പോലും രാഹുലിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. രാഹുൽ പറഞ്ഞത്, കിരീടം വച്ച രാജ്യം ഭരിക്കുന്നത് പോലെ ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പുറകിൽ തന്നെ ജനങ്ങളുണ്ട്, പ്രതിപക്ഷമുണ്ട്. വലിയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ രംഗത്തുണ്ടാകുമെന്നൊരു പ്രഖ്യാപനം കൂടി രാഹുൽ നടത്തിയിരുന്നു. അതിനുശേഷം രാഹുൽ പറഞ്ഞത്, നാളെ വിശദമായി മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്, കുറച്ചു കാര്യങ്ങൾ കൃത്യമായി പറയാനുണ്ട് എന്ന ഒരു താക്കീത് കൂടി രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടവേളയ്ക്കു ശേഷം, സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷവും വലിയ രീതിയിലുള്ള പ്രതിപക്ഷ സമരങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കഴിഞ്ഞ കാലയളവിൽ കാണേണ്ടി വരുന്നു. കഴിഞ്ഞ 9 ദിവസങ്ങൾക്കിടയിൽ 14 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും കളക്ടറേറ്റുകളിലേക്കും മാർച്ച് ഉണ്ടാകുന്നു. ആ മാർച്ചിൽ തന്നെ പോലീസുമായി നേർക്കുനേർ നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുമായി നേർക്കുനേർ നിന്നുകൊണ്ട് തന്നെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള ഒരു പ്രത്യാരോപണങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ്, ഏകദേശം 5 മണിയോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കണ്ടോൺമെന്റ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകൾക്കും മ്യൂസിയം സ്റ്റേഷൻ പരിധിയിൽ DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കേസിലും, അങ്ങനെ 4 കേസുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചത്. ഉപാധികളോടുകൂടിയാണ് ഇന്ന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അതായത് എല്ലാ തിങ്കളാഴ്ചയിലും രാവിലെ 10 മണിക്കും 1 മണിക്കും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന ഒരു ജാമ്യ വ്യവസ്ഥ, അതുപോലെ തന്നെ 1360 രൂപ ജാമ്യ പിഴ എന്ന നിലക്കുള്ള ഒരു കണ്ടീഷൻ ബെയിലോട് കൂടിയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ചേർത്തു പറയാനുള്ളത്, രാഹുലിനെതിരെ ചുമത്തിയ കേസുകളിലൊക്കെ തന്നെ പോലീസ് നടത്തിയ ഒരു കരുനീക്കങ്ങൾ, അത് രാഷ്ട്രീയമുണ്ട് എന്ന് അവിടെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കാരണം രാഹുലിനെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്യുന്നു, സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ ഒരു മാർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത്. ആ കേസിൽ തന്നെ മറ്റൊരു FIR കൂടി എഴുതി ചേർക്കുന്നു. ആ FIR-ൽ എഴുതി ചേർക്കുന്നതാകട്ടെ, പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെയൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോകുന്നു, പോലീസ് വാഹനം ആക്രമിക്കുന്നു, പോലീസ് ജീവനക്കാരെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിക്കൊണ്ട് അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന ഒരു വാദമാണ് പ്രോസിക്യൂഷനും ഈ പോലീസും ഒക്കെ തന്നെ കോടതിയിൽ ഉന്നയിച്ചത്. അതിലെല്ലാം തന്നെ വലിയ വാദപ്രതിവാദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അഭിഭാഷകനായ ഈ രാഹുലിന്റെ അഭിഭാഷകൻ തന്നെ രാഹുലിന്റെ ആരോഗ്യസ്ഥിതിയെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ മുന്നോട്ട് വെച്ചത്. എന്തായാലും രാഹുലിന് കണ്ടീഷൻ ബെയിൽ ജാമ്യ വ്യവസ്ഥകളോടുകൂടി തന്നെ ജാമ്യം ലഭിച്ചു എന്നതാണ്. എന്തായാലും രാഹുലിന് വലിയ സ്വീകരണം നൽകി തോളിലേറ്റി പ്രവർത്തകർ ഇവിടുന്ന് ജില്ലാ ജയിലിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും നാളെ രാഹുൽ നടത്തുന്ന രാഷ്ട്രീയമായിട്ടുള്ള നിലപാടായിരിക്കും വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾക്ക് നിർണായകമാകുക. ലക്ഷ്മി.